കോടികൾ മുടക്കിയാണ് കൊല്ലത്ത് അഷ്ടമുടിക്കായൽ സംരക്ഷിക്കാൻ കോർപ്പറേഷൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്നാൽ നഗരമാലിന്യങ്ങളും മനുഷ്യവിസർജ്യവും കായലിലേക്ക് ഒഴുക്കുന്നത് തടയാൻ കോർപ്പറേഷന് യാതൊന്നും ചെയ്യാനില്ല. പരിസ്ഥിതി പ്രവർത്തകരും പൊതുജനങ്ങളും ഇതിനെതിരെ പ്രതിഷേധിക്കുമ്പോഴും കൊല്ലം കോർപ്പറേഷൻ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് പുതിയ ബജറ്റിലും കായൽ സംരക്ഷണത്തിനായി കോടികൾ വകയിരുത്തിയത്. കൊല്ലം കോർപ്പറേഷൻ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൗൺസിൽ അംഗങ്ങളും കോർപ്പറേഷൻ സെക്രട്ടറിമാരും തുടങ്ങി മറ്റുദ്യോഗസ്ഥരും 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് കൗൺസിൽ മുമ്പാകെ അഭിമാനപൂർവ്വം അവതരിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം, ശുചിത്വം, ആരോഗ്യം എന്നിവയൊക്കെ മുൻനിർത്തി ദീർഘവീക്ഷണത്തോടെയും ഇച്ഛാശക്തിയോടെയുമുള്ള പദ്ധതികൾ പൂർത്തിയാക്കി മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബജറ്റിൻ്റെ ആമുഖപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. എന്നാൽ കൊല്ലം കോർപ്പറേഷന് തൊട്ടടുത്തുള്ള നഗരത്തിലെ ഒരു പ്രധാന ഇടത്തിലെ കാഴ്ച ഇങ്ങനെയാണ്. കൊല്ലത്തിൻ്റെ ജീവനാഡിയായ അഷ്ടമുടിക്കായലെന്ന് കൊല്ലം കോർപ്പറേഷൻ വാക്കാൽ പറയുമ്പോഴും നഗരത്തിലെ മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടൊഴുകാനാണ് ഈ കായലിൻ്റെ വിധി. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതിയിലൂടെ അഷ്ടമുടിക്കായലിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിന് 25 കോടി രൂപയാണ് കൊല്ലം കോർപ്പറേഷൻ വകയിരുത്തിയിട്ടുള്ളത്. നഗരത്തിലെ പരിഷ്കൃത സമൂഹത്തിൻ്റെ ജൈവ അജൈവ മാലിന്യങ്ങൾ അത്രയും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാതെയാണ് കായലിൻ്റെ പുനരുജ്ജീവനം എന്ന് സാഹിത്യഭാഷ കടമെടുത്തുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ കോടികൾ ഇവിടെ മുടക്കുന്നത്. ജനങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായില്ല. സ്മെല്ല് കാരണം ഇതിൽ പോകാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു പാർക്കിന് വേണ്ടി പണിഞ്ഞിട്ടിരിക്കുക. ഈ പാർക്ക് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ ഇതിവിടെ കിടന്നിട്ട് കഥയില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നീക്കം ചെയ്യണം. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണത്. അങ്ങനെ വിടാൻ പാടില്ല. അങ്ങനെ വിടാൻ പിന്നെ ഇത് ചെയ്തിട്ട് കഥയില്ലല്ലോ. ഈ റോഡ് ഇത്രയും ബഡ്ജറ്റ് കൂട്ടി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ അത് കണക്ഷൻ കൊടുത്ത് വിടാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഈ ജനങ്ങൾക്ക് എന്താണ് സൗകര്യമുള്ളത്? ഇവിടെ ജനങ്ങളെ പറ്റിക്കാന്നുള്ള ഇതല്ലേ ചെയ്യുന്നത്. കൊല്ലത്തെ ചെറുതും വലുതുമായ എല്ലാ ജലാശയങ്ങളുടെയും ശുചീകരണത്തിനും സംരക്ഷണത്തിനുമായി 10 കോടി രൂപയാണ് മറ്റൊരിനത്തിൽ വകയിരുത്തിയിട്ടുള്ളത്. നഗരത്തിലെ മാലിന്യങ്ങൾ റോഡിന് കുറുകെ നിർമ്മിച്ച ഓടയിലൂടെ കായലിലേക്ക് ഒഴുകുമ്പോൾ അഷ്ടമുടിക്കായലിന് തീരത്തെ ജൈവ വൈവിധ്യങ്ങളും മത്സ്യസമ്പത്തുമാണ് ഇല്ലാതെയായത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് നടുവിൽ പച്ചപ്പ് നഷ്ടപ്പെട്ട മരങ്ങൾ, തിരിച്ചറിവ് നഷ്ടപ്പെട്ട സംസ്കാരത്തിൻ്റെ ദുരന്ത സ്മാരകം പോലെ ഇവിടെയുണ്ട്. അഷ്ടമുടിക്കായൽ സംരക്ഷണ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരുമൊക്കെ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ കോടികൾ വകയിരുത്തി ബജറ്റ് പാസാക്കിയുള്ള കയ്യടി ശബ്ദത്തിൽ അവയൊന്നും ലക്ഷ്യം കാണുന്നില്ല. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. അഷ്ടമുടിക്കായലിന്റെ സംരക്ഷണത്തിനായി നിരവധി പ്രതിഷേധ സമരങ്ങൾ നേരത്തെ നടന്നിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയില്ല. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. അവിടെ കക്കൂസ് പൊട്ടിച്ച ഓടയ്ക്കകത്ത് മാലിന്യങ്ങൾ മൊത്തം മലം മൊത്തം ആ ഓട കിടക്കുക. അവിടെ അതൊലിച്ച് കായലിലോട്ട് തന്നെ പോകുന്നത്. ഈ ഓട പുതിയതായിട്ടൊരു ഓട വരുന്ന ആ ഓടയ്ക്കത്തോട്ടാണ് പോകുന്നത്. അതൊന്ന് ഒഴിവാക്കി തരണം. മാലിന്യങ്ങൾ മാറ്റേണ്ട അത് അവർക്കുള്ള ഇത് കാര്യങ്ങൾ. അവിടെ നമുക്ക് ഈ അസൂര്യം എന്ന് പറഞ്ഞാൽ ഈ മാലിന്യം അവിടെ കിടക്കുന്നത് നീക്കം ചെയ്യണമെന്ന് പറയുന്നത് അത് വരെങ്ങനെ എന്തോ അവർ ചെയ്തോട്ടെ. പക്ഷെ അവർ ആ സ്ലാവ് പൊട്ടിച്ച് അവർ ആ ഓടയ്ക്കത്തോട്ട് തന്നെ ഇറക്കും. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങൾ കൊണ്ട് ഈ കമ്പാർട്ടേഷനിലെ അഴുക്ക് വെള്ളവും മാലിന്യങ്ങളും തീട്ടവും മൂത്രവും എല്ലാം ഈ പോകുന്ന ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിന് യാതൊരു അറിവാദോ ഇനി എന്തൊക്കെ ഓട ഉണ്ടാക്കിയാലും ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ തന്നെ കെട്ടിക്കിടന്ന് ഇവിടെ രോഗങ്ങൾ പിടിവിടാൻ വേറെ എങ്ങും പോകണ്ട. ഇത് എങ്ങോട്ട് ഒഴുകി പോകുന്ന ഇവർ പറയുന്നത്? കായലിലേക്ക് ഒഴുക്കി വിടുമോ? കായലിലേക്ക് ഒഴുക്കി വിടാനുള്ള സംവിധാനമാണ്. കായലിലേക്ക് ഒഴുക്കി വിട്ടാൽ ഈ കായലിൽ കിടക്കുന്ന മീനൊക്കെ ചത്തുപോകത്തില്ലേ? മാത്രമല്ല ആ മീൻ പിടിച്ച് മനുഷ്യർ കറി വെച്ച് തിന്നുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാവത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഇതിവിടെ ഈ കമ്പാർട്ടേഷൻ ഇവിടെ നിർത്തലാക്കണം. ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ചേർന്ന്, ഈ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ചേർന്ന് ഇത് ഇവിടുന്ന് നീക്കം ചെയ്യണം, അല്ലേ ഇത് മതിയാക്കണം. ഇവിടെ ആ ജലം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മലിനം മാറ്റിയിട്ട് ശുദ്ധീകരിച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു അഷ്ടമുടിക്കായലാവണം എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ അഷ്ടമുടിക്കായലിനെ സംബന്ധിച്ച് നമുക്ക് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന 2ാം സ്ഥാനത്തുള്ളൊരു കായലാണ് അഷ്ടമുടിക്കായൽ. അപ്പോൾ അഷ്ടമുടിക്കായൽ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് പ്രയോജനമുണ്ടാവൂ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുധീഷ് ചേരുകയാണ് കൊല്ലത്തുനിന്ന്. സുധീഷ്, അഷ്ടമുടിക്കായലിന്റെ സംരക്ഷണത്തിനായി സർക്കാർ ഒരുപാട് പൈസ ചെലവഴിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പല പഠനങ്ങളുമൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ പുനരുജ്ജീവനം എന്നുള്ളത് എവിടെയോ പേപ്പറിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? നടപടികൾ എങ്ങനെയാണ്?
കോടികൾ മുടക്കിയാണ് കൊല്ലം അഷ്ടമുടിക്കായൽ നവീകരണത്തിനായി കൊല്ലം കോർപ്പറേഷൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു അഷ്ടമുടിക്കായലിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ. പക്ഷേ ഈ രണ്ടാം ഘട്ടത്തിൽ എത്തിയപ്പോൾ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരമാണ്. കാരണം പ്രധാനമായി നഗരത്തിലെ പ്രധാന മാലിന്യങ്ങളെല്ലാം ഇവിടേക്ക് ഓടയിലൂടെ ഒഴുകിയെത്തുന്നു. ഒപ്പം തന്നെ നഗരത്തിലെ മറ്റ് പ്രധാന ഭാഗങ്ങളിൽ നിന്ന് അറവുശാലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഈ കൊല്ലം കോർപ്പറേഷൻ ഈ ഭാഗത്തേക്ക് ഒരു അനാസ്ഥ കാരണം ഈ അഷ്ടമുടിക്കായലിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതൊക്കെ ഒരു പ്രധാന ജലസ്രോതസ്സിനെയാണ് ഇവിടെ ഇല്ലാതാക്കുന്നത്. ജലസ്രോതസ് അതിൻ്റെ ഒരു നാശത്തിലേക്ക് എത്തുന്നു. ഇതിനെതിരെ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട് പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ തന്നെ. പൊതുജനങ്ങളും ഒക്കെ ഇതിനൊരു എതിർപ്പുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവർ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് കൊല്ലം കോർപ്പറേഷൻ വീണ്ടും ഈ അഷ്ടമുടിക്കായലിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി കോടികൾ വകയിരുത്തിക്കൊണ്ട് ബജറ്റിൽ ഒരു പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. ആദ്യ തവണ അവർ കൃത്യമായ ഒരു മാനദണ്ഡങ്ങളോട് കൂടി ഈ ഒരു പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് നടത്താത്തത് മൂലമാണ് ഇപ്പോൾ അഷ്ടമുടിക്കായൽ വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നവീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വന്നിരുന്നത്. പക്ഷേ അതൊന്നും കൃത്യമായ മാനദണ്ഡങ്ങളോട് കൂടി ആയിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മാലിന്യ കൂമ്പാരം ഇവിടെ കുന്നുകൂടുമായിരുന്നില്ല.